ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ 14 മാസങ്ങളായി നടക്കുന്ന സംഘർഷം, കൃത്യമായി പറഞ്ഞാൽ 2023 ഒക്ടോബർ 8 മുതൽ നടക്കുന്ന സംഘർഷം, ഒരു അയവ് വരുത്താൻ, ആ സംഘർഷം ഒന്ന് താത്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ അമേരിക്കയും ഫ്രാൻസും നടത്തിയ ഇടപെടൽ ഇക്കഴിഞ്ഞ നവംബർ 28 ബുധനാഴ്ച ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരുന്നു. താത്കാലികമായ വെടിനിർത്തലിലേക്ക്, വരുന്ന 60 ദിവസത്തേക്ക് ഒരു തരത്തിലും പരസ്പരം ആക്രമിക്കരുത് എന്നുള്ള ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ അറ്റാക്കും എയർക്രാഫ്റ്റ് അറ്റാക്കുകളും നടത്തിയിരിക്കുന്നു. ആ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ട്. ഈ ആക്രമണത്തെ ശക്തമായാണ് ഹിസ്ബുള്ള അപലപിച്ചിരിക്കുന്നത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏത് നിമിഷവും ഈ വെടിനിർത്തൽ കരാർ, ഇപ്പോൾ നിലവിലുള്ള വെടിനിർത്തൽ കരാർ അവർ ലംഘിക്കുമെന്നും ലംഘിച്ച് തങ്ങളുടെ അതിർത്തിയിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അവർ ഒരിക്കലും പാവപ്പെട്ട ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല. ഹിസ്ബുള്ളയുടെ ചില കേന്ദ്രങ്ങളിലേക്കാണ് അവർ ലക്ഷ്യമിട്ടത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള അവരുടെ ഗ്രനേഡുകൾ വഹിച്ച ഒരു വാഹനത്തിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ പറഞ്ഞിരിക്കുന്നത് പ്രതികരണം. എന്തായാലും ആ ഇസ്രായേലിന്റെ ഈ ഇപ്പോഴത്തെ നീക്കം, ഇസ്രായേലിന്റെ ഈ ആക്രമണം ഏത് തരത്തിലാണ് പശ്ചിമേഷ്യയെ ബാധിക്കുക എന്ന് വരും ദിവസങ്ങളിൽ വേണം കണ്ടറിയാൻ. എന്തായാലും നേരത്തെ അമേരിക്കയും ഫ്രാൻസും വളരെ കാലമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് എത്തിയത്. എന്നാൽ അവരുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇസ്രായേലിന് തന്നെ തിരിച്ചടിയാകുമെന്നാണ് താൽക്കാലികമായ വിലയിരുത്തൽ. കാരണം ആഴ്ചകൾക്ക് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അതേപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വലിയ രീതിയിലുള്ള ചില മുറുകുറുക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഒരു സമയത്ത് ഇമ്മാനുവൽ മാക്രോൺ തന്നെ പറഞ്ഞിരുന്നു, ഗാസയിലേക്കും തെക്കൻ ലെബനനിലേക്കും നിരന്തരമായ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങൾ ആയുധങ്ങൾ കൊടുക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് വരെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു. അതിന് പ്രതികരണമായിട്ട്, അതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം എന്നത്, നിങ്ങളുണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഈ യുദ്ധം ജയിക്കും, ഞങ്ങൾക്ക് ഈ യുദ്ധം ജയിച്ചേ പറ്റൂ എന്നാണ്. അതേസമയം അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞെങ്കിൽ പോലും അമേരിക്കയുടെയോ ഫ്രാൻസിൻ്റെയോ അതുപോലുള്ള മറ്റ് ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ സഹായങ്ങളില്ലാതെ ഒരു തരത്തിലും 3ഉം 4ഉം യുദ്ധമുഖങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമെങ്കിലും അവരുമായി ചർച്ച ചെയ്ത് അവരുമായി സന്ധിയിൽ മാത്രമേ ഇസ്രായേലിന് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആക്രമണം, ഇസ്രായേൽ തുടങ്ങി വെച്ച ആക്രമണം, അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ അതിന് തീർപ്പുണ്ടാകണം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തുന്നത്. അവർ ഇത് തുടർന്നാൽ, ഇനിയും വരും ദിവസങ്ങളിലും ഈ ആക്രമണം തുടർന്നാൽ ഹിസ്ബുള്ളയും ഇറാനും അടങ്ങുന്ന സംഘം ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വലിയ സഹായങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവരോട് വലിയ രീതിയിലുള്ള ഒരു സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നുമാണ് വിലയിരുത്തൽ. അതേസമയം ഈ നവംബർ 28 വെടിനിർത്തൽ ഉണ്ടായ അതേ ദിവസം, വെടിനിർത്തൽ ഉണ്ടാവുന്നത് നവംബർ 28 ബുധനാഴ്ച പുലർച്ചെയാണ് ആ വെടിനിർത്തൽ നിലവിൽ വരുന്നത്. ആ ദിവസം വെടിനിർത്തൽ നിലവിൽ വന്ന ആ മണിക്കൂർ മുതൽ തന്നെ തെക്കൻ ലെബനനിൽ നിന്ന് മാസങ്ങളായി പലായനം ചെയ്തു പോയ ജനങ്ങൾ, അവർ നിലവിൽ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് നേരെ തങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് യാത്രകൾ തുടങ്ങിയിരുന്നു. അവരോട് അന്ന് തന്നെ ഹിസ്ബുള്ളയും അമാൽ പൊളിറ്റിക്കൽ മൂവ്മെന്റും പറഞ്ഞിരുന്നു, നിങ്ങൾ നിലവിൽ നിങ്ങളുടെ തെക്കൻ ലെബനിലേക്ക് യാത്ര ചെയ്യരുത്, കാരണം ഇസ്രായേലിന്റെ പട്ടാളം അവർ തെക്കൻ ലെബനിൽ നിന്ന് പോയിട്ടില്ല, അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഏത് നിമിഷവും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടും എന്ന് അന്ന് ആ ജനങ്ങളോട് പറഞ്ഞെങ്കിലും അവരതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ വീടിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ സ്വന്തം മണ്ണിൽ ചായാനായിട്ട് തിരിച്ചു വന്നിരുന്നു. ആ യാത്ര ഇപ്പോൾ പകുതി വഴിയിലാണ്. വീണ്ടും ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിൽ ഇനി സ്വന്തം വീടുകൾ അന്വേഷിച്ചു പോകണോ അതോ വന്നിടത്തേക്ക് തിരികെ പോകണോ എന്നുള്ളൊരു ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ. എന്തായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സൗദി അറേബ്യയിലേക്ക് പോകുന്നുണ്ട്. സൗദി അറേബ്യയിലെ നേതാക്കളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ആ ചർച്ചയ്ക്ക് ശേഷമാവും എന്താകും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ കഴിയും.